ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ, ഒരു 3-4 ദിവസങ്ങൾ നമുക്ക് തിരക്കുള്ളതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ വരച്ച് തീർക്കാനുണ്ട്. ഇപ്പോൾ ഒരു പിക്ചർ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പിക്ചർ. ഞാനിപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന പിക്ചർ ഇതാണ്. അപ്പം ഈ പിക്ചർ പൂർത്തിയായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വരയ്ക്കാനിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചിത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ അക്രലിക് ഷീറ്റിലേക്ക് വരയ്ക്കുന്ന ഒരു ഭഗവാന്റെ ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം വരച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ സമർപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ സമർപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചിത്രം വരച്ച് സമർപ്പിക്കാമെന്ന് വെച്ചത്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്തായാലും ഗുരുവായൂരപ്പനുള്ളതാണ്. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞ് പോയിട്ട് ഒരു അക്രലിക് ഷീറ്റും കൂടി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരും. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ 2 ഫോട്ടോകളും പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വര എനിക്ക് തുടങ്ങണം എന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു മോഹമായിരുന്നു. ചിലപ്പം ഇത് വേറെ എന്തിൻ്റെയൊക്കെയോ ഒരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഗുരുവായൂരപ്പൻ തന്നെ ചിലപ്പം എനിക്കൊരു മകനായി ഒരു ഉണ്ണിയായി വന്ന് പിറന്നാലോ. അപ്പം മക്കളില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ എന്നെ നിരന്തരം അച്ചി എന്ന് വിളിച്ച് അപമാനിക്കുന്ന ആ സ്ത്രീക്ക് എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? അപ്പം എൻ്റെ ഈ ഒരു ആഗ്രഹം, ഗുരുവായൂരപ്പന് ഈ ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ള എൻ്റെ ഈ മോഹം പൂവണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3-4 ദിവസം ഇത് തിരക്കായിരിക്കുമെന്ന് പറഞ്ഞത്. കാരണം എനിക്കിത് വരച്ച് തീർക്കണം. 2 ഫോട്ടോയാണ് ഞാനിപ്പം ഈ 3 ദിവസത്തിനുള്ളിൽ വരച്ച് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് തീർത്തേ പറ്റുള്ളൂ. അപ്പം ഇത് ഞാൻ വരയ്ക്കുന്ന ഒരു ടൈമിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്സ് എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്നുള്ള ഒരു ആഗ്രഹം. വർഷങ്ങളായി നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ബുക്കുകളാണ്, പുസ്തകങ്ങളാണ്. അപ്പം എൻ്റെ ബുക്കുകൾ കണ്ടാലോ? ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ബുക്ക് ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ബുക്ക് ഇതാണ്. സർവ്വദേവി ദേവപ്രാർത്ഥനകൾ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. പിന്നെയുള്ള എൻ്റെ കയ്യിലുള്ള ബുക്ക് അഷ്ടോത്തര ശതനാമാവലികൾ. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ബുക്കാണ് ശ്രീ മഹാവിഷ്ണു സഹസ്രനാമ സ്തോത്രം. അടുത്തതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ശ്രീ മഹാലക്ഷ്മി സഹസ്രനാമ സ്തോത്രം. നെക്സ്റ്റ് വരുന്ന എൻ്റെ കയ്യിലുള്ള ഒരു ബുക്കാണ് കനകധാര സ്തോത്രം. അത് കഴിഞ്ഞിട്ട് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹസ്രനാമ സ്തോത്രമാണ്. എനിക്ക് എപ്പോഴും കേൾക്കണം എന്ന് തോന്നുന്ന ഒരു സഹസ്രനാമ സ്തോത്രമാണ് ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം. നെക്സ്റ്റ് വരുന്നത് ശ്രീ നാരായണ കവചം. ബുക്കുകളാണ് കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞ് വരുന്നത് ഒരു സ്പെഷ്യലാണ്. എനിക്ക് കാണണം എന്ന ആഗ്രഹം മൂത്തിട്ട് ഞാൻ വീട്ടിൽ എനിക്ക് ഇരിക്കപ്പുറത്തിയില്ല. എനിക്ക് കാണണം ആ ഭഗവാന്റെ ഒരു രൂപം എന്ന് കരുതി ഞാൻ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് ഓടിപ്പോയ ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ തലമുണ്ടനം ഞാൻ ചെയ്തത്. അതൊരു നേർച്ചയായിരുന്നു. ഞാൻ എൻ്റെ നേർച്ച നിർവഹിച്ചു, പക്ഷെ ഭഗവാൻ നിർവഹിച്ചിട്ടില്ല. വരട്ടെ, നിർവഹിക്കുമെന്ന് കരുതുന്നു. ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം. എത്ര ആഗ്രഹിച്ചു ഈ രൂപം ഒന്ന് നേരിക്കാണാൻ. കണ്ടു, മനസ്സ് കുളിർന്നു. പക്ഷെ മതിയായില്ല. അവിടെ നിന്നിട്ട് അവരങ്ങനെ അധികം നേരം നമ്മളവിടെ നിർത്തി തൊഴുവിക്കില്ല. തൊഴുത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളങ്ങനെ മാറ്റിയിടും. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോരാനായിട്ട് എനിക്ക് എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ക്യൂവിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമ്മൾ അങ്ങനെ പോകണം. നമുക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. പക്ഷെ ഞാൻ ആ നടക്കി നിന്ന ആളുകൾ അങ്ങോട്ട് മാറ്റുമ്പോഴും എനിക്ക് വീണ്ടും തിരിച്ചു വരണം. ആ നടക്കി നിന്നിട്ട് വീണ്ടും കൺകുളിർക്ക് കാണണം എന്ന് കുറേ നേരം നിൽക്കണം എന്ന് തോന്നിപ്പോയ ഒരു അമ്പലനടയാണത്. അതെനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല. അത്രത്തോളം തൃപ്തിയായി മനസ്സ് നിറഞ്ഞു ഭഗവാനെ കണ്ടപ്പോഴെന്ന് വേണം പറയാനായിട്ട്. നെക്സ്റ്റ് വരുന്ന ബുക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ശ്രീ മഹിഷാസുരമർദിനി സ്തോത്രം. പിന്നെ ധ്യാന ശ്ലോകങ്ങളും മൂലമന്ത്രങ്ങളുമാണ്. പിന്നെ നമുക്ക് വരുന്നത് വിശിഷ്ട മന്ത്രങ്ങളാണ്. സന്ധ്യാനാമങ്ങളുടെ ഒരു ബുക്കുണ്ട്. സന്ധ്യാനാമങ്ങളാണ്.
പിന്നെ വരുന്നത് ഈ കുഞ്ഞു ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് കാലങ്ങളിൽ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ഹിന്ദു കുടുംബത്തിലും ഉണ്ടായിട്ടുള്ള ഒരു ബുക്കാണ്. പണ്ടത്തെ മുത്തശ്ശന്മാരോടും ഒക്കെ ചോദിച്ചാൽ അറിയാം, മഹാലക്ഷ്മി സ്തവം. ചിലർക്കൊക്കെ കുഞ്ഞുനാളിലെ കാര്യങ്ങൾ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ മുത്തശ്ശിമാരോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, ഈ ഒരു കുഞ്ഞു ബുക്കാണ് മിക്ക ഹിന്ദു വീടുകളിലും വൈകിട്ട് വിളക്ക് കൊളുത്തി നാമം ജപിക്കാനായിട്ട്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ നാമം ജപിക്കാനായിട്ട് ഈ ഒരു ബുക്കാണ് കേട്ടോ എടുത്തു വെച്ച് വായിക്കുന്നത്. ഇതിലെ നാമമാണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. വൈകിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ത്രിസന്ധിക്ക് നിലവിളക്ക് കൊളുത്തുമ്പം ഞങ്ങളോട് പറയും, നാമം ചൊല്ലാനിരുന്നോളൂ, ഈ ബുക്കാണ് വായിക്കുന്നത്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഒക്കെ ഉള്ള കാലത്ത് ഈ ഒരു ബുക്കാണ് ഉണ്ടായിരുന്നത് സന്ധ്യാനാമം ചൊല്ലാനൊക്കെ. ആ ഒരു ഓർമ്മകൾ എനിക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഓർമ്മകളാണ്, എൻ്റെ ചെറുപ്പം, എൻ്റെ ബാല്യത്തിൻ്റെ ഓർമ്മകളാണ് ആ ബുക്ക് എന്ന് പറയുന്നത് എനിക്ക്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് ദേവീ സ്തോത്രങ്ങളാണ് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് ആദിത്യ ഹൃദയ സ്തോത്രം. അതായത് നമ്മുടെ ദിവാകരൻ ഭഗവാൻ സൂര്യനെ വന്ദിക്കുന്ന സ്തോത്രമാണ് ആദിത്യ ഹൃദയ സ്തോത്രം. നെക്സ്റ്റ് ഇനി ഏറ്റവും ലാസ്റ്റ് ഇനി ഈ ഒരു ബുക്കും കൂടി എൻ്റെ അടുത്തുള്ളൂ. ഇനി അത് ഞാൻ കാണിച്ചു തരാം. ഇത് സന്താന ഗോപാല സ്തോത്രമാണ്. അതല്ലാതെ എൻ്റെ അമ്മ അറിയുന്ന ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഈ ഒരു ബുക്കാണ് സന്താന ഗോപാല സ്തോത്രം. ഇത് എൻ്റെ അമ്മ അറിയുന്ന ചേച്ചി എനിക്ക് തരാൻ വേണ്ടി എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചതാണ്. ഇത് മകളോട് വായിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാണ്. സന്താന ഗോപാല സ്തോത്രമാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെ എനിക്ക് മകനായി ഇനി വന്നു പിറക്കില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ ഈ ഒരു ഫോട്ടോ ഗുരുവായൂർ അമ്പലനടയിൽ സമർപ്പിക്കാനുള്ളതാണ്. ഇത് ഞാൻ വരച്ച് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ.